ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. നമ്മുടെ മലയാളത്തിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൻ്റെ ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. നമ്മുടെ 1ാമത്തെ യൂണിറ്റ് മഴയോ മഴ എന്നുള്ള ചാപ്റ്ററിൻ്റെ ക്ലാസ്സും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രവർത്തന പുസ്തകത്തിൻ്റെ ക്ലാസ്സും അതേപോലെ നമ്മുടെ യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്ലാസ്സും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിൻ്റെ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കാണാം. എല്ലാ സബ്ജക്റ്റിൻ്റെ, മലയാളം മാത്രമല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുകളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ സബ്ജക്റ്റിൻ്റെ ലിങ്കും പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ കാണുക. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിലെ 2ാമത്തെ യൂണിറ്റ്. 2ാമത്തെ യൂണിറ്റിൻ്റെ പേരെന്താ? നന്നായി ഉണ്ണാൻ. നന്നായി ഉണ്ണാൻ എന്നുള്ള നമ്മുടെ 2ാമത്തെ യൂണിറ്റിൻ്റെ ക്ലാസ്സാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ക്ലാസ് ഇഷ്ടമായി കഴിഞ്ഞാൽ, മുഴുവനായി കണ്ടതിന് ശേഷം ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റ് 2 നന്നായി ഉണ്ണാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ് അല്ലേ? നന്നായി ഉണ്ണാൻ എന്നുള്ള നമ്മുടെ പാഠത്തിൻ്റെ ഫസ്റ്റ് പേജാണിത്. അപ്പോൾ എന്താണ് ഇവിടെ ചിത്രത്തിൽ എന്താ കാണുന്നത്? ആരെയൊക്കെയാണ് നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്? കുറേ ആനകളുണ്ട് അല്ലേ? ഒരു ആന എന്താണ് നടുവിൽ നിന്ന് സംസാരിക്കുന്നു. എല്ലാവരും ആ ആന പറയുന്നത് ശ്രദ്ധിക്കുന്നു. ഒരു വലിയൊരു കൊമ്പൻ ആനയാണ് നിൽക്കുന്നത് അല്ലേ? പിന്നെ ആരാ? മരത്തിൽ കുറേ പക്ഷികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ചർച്ച നടക്കുകയാണ് കേട്ടോ. ഇവിടെ എന്താണ്? ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ കൊമ്പനാന പറയുന്നത്? കൂട്ടുകാരെ, കാട്ടിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല. കുട്ടികൾ വിശന്നു കരയുന്നു. എന്താണ്? കാട്ടിൽ എന്ത് കിട്ടുന്നില്ല? ആഹാരം കിട്ടുന്നില്ല അല്ലെ? അതായത് ആവശ്യത്തിനുള്ള ആഹാരം കിട്ടാനില്ല. കുട്ടികൾ എന്താണ്? വിശന്ന് കരയുകയാണ് അല്ലേ? ഭക്ഷണത്തിനായിട്ട് വിശന്ന് കരയുകയാണ്. അപ്പൊ ഇത് കേട്ടിട്ട് വേറൊരു കൊമ്പനാൻ എന്ത് പറഞ്ഞു? അതെ, ഇങ്ങനെയായാൽ നാം എങ്ങനെ ജീവിക്കും? ശരിയാണ് അല്ലെ? എങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ജീവിക്കാൻ കഴിയില്ല. കാരണം എന്താ? കാട്ടിൽ ആവശ്യത്തിന് ആഹാരവും കിട്ടാനില്ല, കുട്ടികളൊക്കെ വിശന്ന് കരയുകയാണ്. അപ്പൊ എന്താണ്, എങ്ങനെയാണ് നമ്മൾ ഇനി ജീവിക്കുക എന്ന് ചോദിക്കുകയാണ്. നെക്സ്റ്റ് പേജ് നോക്കൂ. അപ്പൊ വേറൊരു എന്താ പറയണത്? മനുഷ്യരുടെ പരാതി കേട്ട് മടുത്തു. വാഴ തിന്നു, കരിമ്പ് നശിപ്പിച്ചു, ചക്ക പറിച്ചു, ഇനിയും എന്തെല്ലാം കേൾക്കണം. അതായത് ആന നാട്ടിലിറങ്ങും അല്ലേ? ആന നാട്ടിലിറങ്ങിയിട്ട് എന്തിനാ? ആന എന്നല്ല, മൃഗങ്ങളൊക്കെ എന്തിനാ? മൃഗങ്ങളും പക്ഷികളൊക്കെ നാട്ടിലേക്ക് വരുന്നത് എന്തിനാ? നാട് ചുറ്റിക്കറങ്ങാനാണോ? അല്ല. എന്തിനു വേണ്ടിയാ? ആഹാരത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. കാട്ടില് ആഹാരം കിട്ടാതാകുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? മൃഗങ്ങൾ എന്ത് ചെയ്യുന്നത്? നാട്ടിലിറങ്ങുന്നതും കൃഷി നശിപ്പിക്കുന്നതും. കൃഷി നശിപ്പിക്കുകയല്ല, അവർക്ക് ആവശ്യമുള്ള ആഹാരം കഴിക്കുമ്പോൾ കൃഷി നശിച്ചു പോവുകയാണ് അല്ലേ? അപ്പൊ വാഴത്തോട്ടത്തിൽ ആ ആന വന്ന് എന്തായിരിക്കും അവസ്ഥ? അതെ, ആ കൃഷി നശിക്കും. കാരണം എന്താണ്, പക്ഷെ ആന കഴിക്കുന്ന എന്തായിരിക്കും? വാഴയായിരിക്കും കഴിക്കുന്നുണ്ടാവുക. പക്ഷെ എന്താ, ആ കൃഷി ഫുള്ളായിട്ട് ആന മെതിച്ച് അതെല്ലാം നശിച്ചു പോകും അല്ലേ? അപ്പൊ അതുപോലെ ആനകൾ എന്ത് ചെയ്യും? കരിമ്പ് കഴിക്കും, ചക്ക പറിച്ച് കഴിക്കും. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടി അവർ നാട്ടിലോട്ട് വരുന്നത്? ആഹാരത്തിന് വേണ്ടിയാണ്. അപ്പൊ ഇവരിങ്ങനെ വന്ന് ആഹാരം കഴിച്ചു പോയാൽ മനുഷ്യർ എന്ത് ചെയ്യും? മിണ്ടാതിരിക്കുകയോ? ഇല്ല. കാരണം നമ്മളെ മനുഷ്യന്മാര് കഷ്ടപ്പെട്ട് കൃഷി ഉണ്ടാക്കുന്നതാണ് അല്ലേ? അപ്പൊ അതെല്ലാം നശിച്ചു പോയി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? പരാതി പറയും. അപ്പൊ അത് കേട്ടിട്ട് മടുത്തു എന്നാണ് പറയണത്. മനുഷ്യരുടെ പരാതി കേട്ട് മടുത്തു. വാഴ തിന്നു, കരിമ്പ് നശിപ്പിച്ചു, ചക്ക പറിച്ചു, ഇനിയും എന്തെല്ലാം കേൾക്കണം. അപ്പൊ വേറൊരു ആന എന്താ പറയണത്? നാട്ടിലിറങ്ങുന്നത് ഓർക്കുമ്പോഴേ പേടിയാ. പടക്കമെറിയും, വെടിവെക്കും. അപ്പോൾ ആനകളെ തുരത്താൻ വേണ്ടിയിട്ട്, ആനകളൊക്കെ നാട്ടിലിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് തുരത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും മനുഷ്യന്മാര്? അതെ, പടക്കമൊക്കെ എറിയും. പടക്കം എറിയും, വെടിവെക്കും. അങ്ങനെയുള്ള ശബ്ദങ്ങൾ കേട്ട് ആനകൾ പേടിച്ചോടും പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ചെയ്യും. ശബ്ദങ്ങളൊക്കെ എന്താണ്? ഈ മൃഗങ്ങൾക്ക് പേടിയാണ് അല്ലേ? അപ്പൊ അതെല്ലാം പേടിയാണെന്നാണ് ഇവിടെ വേറൊരു കുട്ടിയാന പറയുന്നത്. ഓക്കെ, ഇവിടെ എന്താ നടക്കുന്നത്? ഒരു മീറ്റിംഗ് നടക്കണില്ല, ഒരു ചർച്ച നടക്കുകയാണ്. എന്താണ് വിഷയം? എന്താണ്? ആഹാരം അല്ലെ? ആഹാരമാണ് അവരുടെ വിഷയം. നെക്സ്റ്റ് പേജ്. ഞങ്ങൾ കിഴങ്ങ് കട്ടു തിന്നുന്നത്രേ. ആരാ ഈ പറയുന്നത്? അതെ, ഒരു എലിക്കുട്ടിയാണ് പറയണത് അല്ലെ? ഒരു എലിയാണ് പറയണത്. എന്താ എലി പറയുന്നത്? ഞങ്ങൾ കിഴങ്ങ് കട്ടു തിന്നുന്നത്രേ. എന്താണ് ചെയ്യുന്നത്? കിഴങ്ങ്, അതായത് കിഴങ്ങ് കൃഷിയൊക്കെ ചെയ്യുന്ന ഇടങ്ങളിൽ എലികൾ കൂടുതലായിരിക്കും അല്ലേ? എന്തിനാ? ആ കിഴങ്ങൊക്കെ മണ്ണ് മാന്തിയ കിഴങ്ങൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് എലികളുടെ ശല്യം കൂടുതലായിരിക്കും. അപ്പം ഞങ്ങളെ കുറിച്ചുള്ള പരാതി, അതായത് എലികളെ കുറിച്ചുള്ള മനുഷ്യരുടെ പരാതി എന്താണ്? കിഴങ്ങ് കട്ടു തിന്നുന്നത്.
അപ്പൊ ഇത് കേട്ട് മരക്കൊമ്പിലിരിക്കുന്ന പക്ഷികൾ എന്താ പറയുന്നത്? കതിര് കൊത്തുന്നു, പഴം മോഷ്ടിക്കുന്നു, ഞങ്ങളെക്കുറിച്ചുമുണ്ട് പരാതികൾ. അപ്പൊ മൃഗങ്ങളായ നിങ്ങളെക്കുറിച്ച് മാത്രമല്ല, പക്ഷികളായ ഞങ്ങളെക്കുറിച്ചും എന്തുണ്ട്? നാട്ടിൽ മൊത്തം പരാതിയാണ്. ഞങ്ങൾ എന്ത് ചെയ്യുന്നു? കതിര് കൊത്തുന്നു, അതേപോലെ പഴം മോഷ്ടിക്കുന്നു. അങ്ങനെ ഞങ്ങളെക്കുറിച്ചും മനുഷ്യർക്ക് ഒരുപാട് പരാതികളുണ്ട്. അപ്പൊ ഇതെല്ലാം കേട്ട് നോക്കൂ, ഇവിടെ ഒരു ആന വളരെ സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് എന്താ പറയുന്നത്? നമുക്കും വിശപ്പില്ലേ? അതെന്താ ആരും മനസ്സിലാക്കാത്തത്? അതെ, നമുക്കും വിശപ്പില്ലേ? നമ്മൾ വിശന്നിട്ടല്ലേ അവിടെ വന്നിട്ട് അതെല്ലാം കഴിക്കുന്നത്? അതെന്താ ആരും മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കുകയാണ്. നെക്സ്റ്റ് പേജ്. മനുഷ്യരെ എങ്ങനെ കുറ്റം പറയും? അവർ അധ്വാനിച്ചുണ്ടാക്കുന്നതല്ലേ. അപ്പൊ നോക്കൂ, മനുഷ്യരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ആന പറയുകയാണ് കേട്ടോ. അവരെങ്ങനെയാണ് അവർ മനുഷ്യന്മാരെ കുറ്റം പറയാൻ പറ്റുക? കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? അവരത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് ആ കൃഷി. ഒറ്റ ദിവസം കൊണ്ട് മൃഗങ്ങളും പക്ഷികളും വന്ന് അത് കഴിച്ചിട്ട് പോകുമ്പോൾ അവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? പരാതി പറയും. അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ കൊമ്പനാന എന്ത് പറയുകയാണ്? അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നല്ല തടിമിടുക്കില്ലേ? നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ കൃഷി ചെയ്യാം. അപ്പൊ എന്താ പറയണത്? ഇനി അതും ഇതൊക്കെ പറഞ്ഞ് സമയം വെറുതെ എന്ത് ചെയ്യണ്ട? പാഴാക്കണ്ട. നമുക്ക് നല്ല തടിമിടുക്കില്ലേ? എന്താ തടിമിടുക്കില്ലേ ചോദിക്കുന്നത്? നമുക്ക് നല്ല ആരോഗ്യമില്ലേ? നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് വേണ്ടത് എന്ത് ചെയ്യാം? നമുക്ക് തന്നെ കൃഷി ചെയ്യാം എന്ന് പറയുകയാണ്. അങ്ങനെ എല്ലാവരും ഇത് കേട്ടിട്ട് എന്ത് പറഞ്ഞു? എല്ലാവർക്കും സന്തോഷമല്ലേ? എല്ലാവരും സമ്മതിച്ചോ? എല്ലാവരും സമ്മതിച്ചു. നല്ല ഐഡിയ, നമുക്കും കൃഷി ചെയ്യാം. അപ്പൊ എല്ലാവർക്കും സന്തോഷമായില്ലേ? ആ ഒരു ഐഡിയ എല്ലാവർക്കും ഇഷ്ടമായി. എല്ലാവരും എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? കൃഷി ചെയ്യാൻ സമ്മതിച്ചു. അങ്ങനെ അവർ ഒത്തൊരുമിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. അവർ ഒത്തൊരുമിച്ച് എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. അപ്പൊ കൃഷി ചെയ്യാൻ തുടങ്ങുകയാണ് അല്ലേ? ചിത്രത്തിൽ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു? അപ്പൊ ചിത്രത്തിൽ ആദ്യം എന്ത് ചെയ്യുക? ചിത്രം നോക്കൂ, ആരൊക്കെയാണ് എന്തൊക്കെ ചെയ്യുന്നെന്ന് പറയൂ. അപ്പൊ അവരെന്ത് ചെയ്യണം? കൃഷിക്ക് ആവശ്യമുള്ള നിലം ഒരുക്കുകയാണ് അല്ലെ? നിലം ഒരുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പാഴ്ചെടികളൊക്കെ നോക്കൂ, കുറുക്കന്മാര് പാഴ്ചെടികളൊക്കെ വലിച്ചു കളയുന്നു. എലികൾ എന്താ ചെയ്യുന്നത്? മണ്ണിളക്കുകയാണ് അല്ലെ? മണ്ണ് മാന്തി മണ്ണിളക്കുന്നു. ആനകൾ എന്താ ചെയ്യുന്നത്? തുമ്പിക്കൈയിൽ വെള്ളം കൊണ്ടുവന്ന് നിലത്ത് വെള്ളം ഒഴിക്കും. കാരണം മണ്ണ് നല്ല ബലത്തിൽ നിൽക്കുകയായിരിക്കും അല്ലേ? അപ്പൊ എന്ത് ചെയ്യണം? മണ്ണ് നനയ്ക്കണം. നമുക്ക് മണ്ണ് ഇളക്കണമെങ്കിൽ മണ്ണ് നനയ്ക്കണ്ടേ? മണ്ണ് നനയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കുകയാണ്. പക്ഷികൾ എന്താ ചെയ്യുന്നത്? കൊക്ക് കൊണ്ട് കൊത്തി ആ വെള്ളം പോകാനുള്ള ചാല് ഉണ്ടാക്കുകയാണ് അല്ലേ? അപ്പൊ ഈ ചിത്രത്തിൽ ആരെല്ലാം എന്തെല്ലാം ചെയ്യുന്നു അതാണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ കണ്ണിക്കോളത്തിനകത്ത് എഴുതേണ്ടത്. എല്ലാവരും ചേർന്ന് നിലമൊരുക്കുകയാണ്. കുറുക്കന്മാർ പാഴ്ചെടികൾ പറിച്ചു കളയുന്നു. എലികൾ മണ്ണ് മാന്തി ഇളക്കുന്നു. ആനകൾ മണ്ണിലേക്ക് വെള്ളം ഒഴിക്കുന്നു. പക്ഷി വെള്ളം ഒഴുകാനായി ചാലുകൾ ഉണ്ടാക്കുന്നു. നെക്സ്റ്റ് പേജ്. അങ്ങനെ അവരെന്ത് ചെയ്തു? സന്തോഷത്തോടു കൂടെ നിലമൊക്കെ ഒരുക്കി. കൂട്ടുകാർക്ക് ഉത്സാഹമായി. എല്ലാവരും ഒത്തുകൂടി നിലമൊരുക്കി. എല്ലാവരും കൂടെ ചേർന്ന് എന്ത് ചെയ്തു? നിലം ഒരുക്കി അല്ലേ? അങ്ങനെ എന്ത് ചെയ്യണം? ഇനി കൃഷിക്ക് എന്ത് വേണം? കൃഷി ചെയ്യാൻ ഒരുപാട് ഉപകരണങ്ങളൊക്കെ വേണം അല്ലേ? എല്ലാം റെഡി. ഇനി തുടങ്ങാം. അപ്പൊ അതിനായിട്ട് നോക്കൂ, ആരാണ് ട്രാക്ടർ ഓടിക്കുന്നത്? അതെ, കരടി ട്രാക്ടർ ഓടിക്കുകയാണ്. അപ്പൊ ഇവിടെ എന്താണ്? ഒരു കാളവണ്ടി ഉണ്ട് അല്ലെ? കാളവണ്ടിയില് അപ്പൊ ട്രാക്ടർ വന്നു. കാളവണ്ടിയിൽ എന്താണ്? ആരാ കാളവണ്ടി ഓടിക്കുന്നത്? നോക്കൂ, കുരങ്ങച്ചാരാണ് അല്ലെ? ഒരു കുരങ്ങനാണ് ഓടിക്കുന്നത്. പിന്നെ ആരൊക്കെയാണ് ഉള്ളത് കാളവണ്ടിയില്? ഒരു കിളി ഇരിക്കുന്നുണ്ട്, മുയലുണ്ട്, കുറുക്കനുണ്ട്, അണ്ണാനുണ്ട്. അപ്പൊ ഇവര് എന്താ കാളവണ്ടിയിൽ കൊണ്ടുവരുന്നത്? കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളാണ് കൊണ്ടുവരുന്നത് അല്ലെ? കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്നു. കാരണം കൃഷി ചെയ്യാൻ ഒരുപാട് ഉപകരണങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പൊ ആ ഉപകരണങ്ങളൊക്കെ അവരെന്ത് ചെയ്തു? കൊണ്ടുവരുന്നു. ട്രാക്ടർ കൊണ്ടുവന്നു. അതുപോലെ ഉപകരണങ്ങളെല്ലാം കൊണ്ടുവന്നു. കൃഷിക്ക് എന്തെല്ലാം ഉപകരണങ്ങൾ? ആ ഉപകരണങ്ങളുടെ പേര് എഴുതണം. ആ ഉപകരണങ്ങളുടെ ഉപയോഗം എന്താണെന്നും എഴുതണം. അപ്പൊ നമുക്ക് 1 by 1 ആയിട്ട് എഴുതാം. ഉപകരണങ്ങളും ഉപയോഗവും. അപ്പൊ ഈ ഉപകരണത്തിന്റെ പേരാണ്, നമ്മൾ ആദ്യം ഉപകരണങ്ങളുടെ ചിത്രം കാണിക്കാം. ആദ്യത്തെ ഉപകരണത്തിന്റെ പേര് റേക്ക് എന്നാണ് പറയുക. എന്താ അടുത്തത്? തൂമ്പ, കൈക്കോട്ട് എന്ന് പറയും. മൂന്നാമത്തത് വട്ടി, അടുത്തത് അരിവാൾ, അടുത്തത് മഴു. റേക്ക് എന്തിനാ ഉപയോഗിക്കുക എന്ന് വെച്ചാൽ മണ്ണ് നിരപ്പാക്കുന്നതിനും അവശിഷ്ടങ്ങൾ ശേഖരിക്കുന്നതിനും പുതയിടുന്നതിനും അവശ്യ ഉപകരണങ്ങളാണ് റാക്കുകൾ. വിത്ത് തടങ്ങൾ തയ്യാറാക്കുന്നതിനും ഇലകളും പുല്ലും വെട്ടി ശേഖരിക്കുന്നതിനും അവ നിർണായകമാണ്. അടുത്തത് തൂമ്പ, മണ്ണ് കിളയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം. വട്ടി പാടത്ത് വിത്ത് ചേറുന്നതിന് ഉപയോഗിക്കുന്നു. അരിവാൾ വിളവ് കൊയ്യാൻ ഉപയോഗിക്കുന്നു. മഴു വലിയ മൺകട്ടകൾ ഉടയ്ക്കാൻ ഉപയോഗിക്കുന്നു. മഴു ഉപയോഗിക്കുന്നത്. നമ്മൾക്ക് ഒരു 5 നമ്മളെ കൃഷിക്ക് ആവശ്യമുള്ള ഉപകരണങ്ങളുടെ പേരും ഉപയോഗവുമാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അറിയുന്ന മറ്റു ഉപകരണങ്ങളുടെ പേരും ഉപയോഗവും കൂടെ കൂട്ടിച്ചേർക്കുക. നെക്സ്റ്റ്. അപ്പൊ അങ്ങനെ ഉപകരണങ്ങളൊക്കെ വന്നു അല്ലെ? ഉപകരണങ്ങളൊക്കെ വന്നു. അടുത്ത വരുന്നത് ഒരു സംഭാഷണമാണ് പൂർത്തിയാക്കേണ്ടത്. ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ്?
ആരൊക്കെയുള്ള ചിത്രത്തില്? കുരങ്ങനുണ്ട്, കിളിയുണ്ട്, ആനയുണ്ട്, എലിയുണ്ട്, മുയലുണ്ട്. ഇവർ തമ്മിലുള്ള സംഭാഷണമാണ് പൂർത്തിയാക്കേണ്ടത്. അപ്പൊ എന്താണ് കുരങ്ങൻ ചോദിക്കുന്നത്? എന്തെല്ലാം കൃഷി ചെയ്യണം? അപ്പൊ നില ഒരുക്കി, കൃഷിക്കാരുടെ ഉപകരണങ്ങൾ വന്നു, ഇനി എന്തൊക്കെയാണ് കൃഷി ചെയ്യേണ്ടതാണ് തീരുമാനിക്കുന്നത്. അപ്പൊ എന്താണ് കുരങ്ങൻ ചോദിക്കുന്നത്? എന്തെല്ലാം കൃഷി ചെയ്യണം? എന്തൊക്കെയാണ് കൃഷി ചെയ്യേണ്ടത്? അപ്പൊ എന്തായിരിക്കും ഇവരുടെ ഉത്തരം? എന്തായിരിക്കും? ആന എന്തായിരിക്കും പറയുക? ആനയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങളായിരിക്കും ആന പറയണ്ടാവുക, അല്ലെ? നമുക്ക് വാഴയും കരിമ്പും കൃഷി ചെയ്യാം, നിനക്ക് എന്താ വേണ്ടത്? കിളിയോട് ചോദിക്കുകയാണ്. എനിക്ക് നെല്ലും ഗോതമ്പും വേണം. അപ്പൊ എലി എന്ത് പറഞ്ഞു? അത് മാത്രം പോരാ, കിഴങ്ങും നടണം. മിട്ടുമുയല്, നിനക്ക് എന്താണ് വേണ്ടത്? മുയൽ എന്ത് പറഞ്ഞു? എനിക്ക് ക്യാരറ്റാണ് ഏറ്റവും ഇഷ്ടം, നമുക്ക് അതും നടാം. അങ്ങനെ അവരതെന്ത് ചെയ്തു? കൃഷിക്ക് എന്തൊക്കെ കൃഷി ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചു. എല്ലാരും കൂടെ കൃഷിയിടത്തിലോട്ട് പോവാണ്, അല്ലേ? ആരൊക്കെയാണ് കൃഷിയിടത്തിലോട്ട് പോകുന്നത്? കുരങ്ങൻ, ആരൊക്കെയാ പിന്നെ ഉള്ളത്? എലിയുണ്ട്, അണ്ണാനുണ്ട്, മുയലുണ്ട്. അപ്പൊ നോക്കൂ, കുരങ്ങന്റെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു തൂമ്പ, അതായത് കൈക്കോട്ടുണ്ട്, അരിവാളുണ്ട്. നമ്മുടെ മുയലിന്റെ തലയിൽ എന്താ ഉള്ളത്? വട്ടിയാണ്, അല്ലെ? വട്ടിയുണ്ട്, അതായത് കൊട്ട, വട്ടി എന്നൊക്കെ പറയും. നെക്സ്റ്റ് പേജ്. വരികൾ കൂട്ടിച്ചേർത്ത് പാടാം, എഴുതാം. വരികൾ കൂട്ടിച്ചേർക്കുന്നതാണ്. അപ്പോൾ വരികൾ കൂട്ടിച്ചേർക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. കാരണം ഇതേപോലെ ചോദ്യങ്ങൾ നമുക്ക് എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പൊ എന്താണ്, നമുക്ക് ഒരു ചെറിയൊരു പാട്ട് കവിതയാണ് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം വായിക്കാം. നന്നായി ഉണ്ണാൻ, നമ്മുടെ പാഠത്തിന്റെ പേര് തന്നെയാണ്, അല്ലെ? നന്നായി ഉണ്ണാൻ. മണ്ണു കിളയ്ക്കേണം നന്നായി, മണ്ണു കിളയ്ക്കേണം. നിലമൊരുക്കേണം നന്നായി, നിലമൊരുക്കേണം. വിത്തു വിതയ്ക്കേണം നന്നായി, വിത്തു വിതയ്ക്കേണം. അടുത്ത വരി എന്തെഴുതാം? വെള്ളം ഒഴിക്കണം നന്നായി, വെള്ളം ഒഴിക്കണം. കള പറിക്കണം നന്നായി, കള പറിക്കണം. വളം വിതരണം നന്നായി, വളം വിതരണം. ചെടി വളരണം നന്നായി, ചെടി വളരണം. എല്ലാം നന്നായി വന്നാലോ, നന്നായി നമ്മൾക്കുണ്ണാലോ. അപ്പൊ എന്ത് ചെയ്യുക? ഇതുപോലുള്ള വരികൾ കൂട്ടിച്ചേർക്കുക. നെക്സ്റ്റ്, വിളഞ്ഞ കൃഷിയിടം. അങ്ങനെ അവർ കൃഷിയൊക്കെ ചെയ്തു, ചെടികളൊക്കെ നന്നായി വളർന്നു. ചെടികളിൽ എന്തായി? നിറയെ പഴങ്ങളൊക്കെ, അതായത് വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ നിറഞ്ഞു. പച്ചക്കറികളും അതുപോലെ പഴവർഗ്ഗങ്ങളൊക്കെ എല്ലാം നട്ടു. അതിലെല്ലാം നിറയെ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ ആയി. വിളഞ്ഞ കൃഷിയിടം കണ്ട് കുഞ്ഞൻ ആനയും കൂട്ടുകാരും ആഹ്ലാദിച്ചു. വിളവെടുപ്പ് ഉത്സവമായി എല്ലാവരും ഒത്തുകൂടി. അങ്ങനെ എന്താണ്? വിളവെടുപ്പാണ്, അല്ലെ? അപ്പൊ എന്തെല്ലാം വിളവുകളാണ് കിട്ടിയത്? ഇവിടെ കുറെ പച്ചക്കറികളുടെ ചിത്രം കൊടുത്തിട്ടില്ലേ? അപ്പൊ എന്ത് ചെയ്യാ? എന്തൊക്കെയായിരിക്കും അവരെന്ത് ചെയ്തിട്ടുണ്ടാവുക? കൃഷി ചെയ്തിട്ടുണ്ടാവുക. ആ പച്ചക്കറികളുടെ പേരുകളൊക്കെ ഇവിടെ എഴുതി ചേർക്കുക. ഇവിടെ ഒന്ന് എഴുതിയിട്ടുണ്ട് പയറ്, പിന്നെ ചേന, ക്യാരറ്റ്, വാഴക്കുല, മരച്ചീനി, നെല്ല്, ഗോതമ്പ്, തക്കാളി. അങ്ങനെ ബാക്കിയുള്ള പച്ചക്കറികളുടെ പേരും കൂടെ എഴുതി ചേർക്കുക. നെക്സ്റ്റ് പേജ്. പറഞ്ഞത് എന്തെല്ലാം? അപ്പൊ വീണ്ടും എന്താണ്? സംഭാഷണമാണല്ലോ എഴുതേണ്ടത്. ഇവിടെ നോക്കൂ, മുയല് എന്താ കഴിക്കുന്നത്? ക്യാരറ്റ് കഴിക്കുകയാണ്, അല്ലെ? അങ്ങനെ വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് അവർക്ക് ആവശ്യമുള്ള ആഹാരമൊക്കെ കിട്ടി. അപ്പൊ എന്താണ്? മുയൽ ക്യാരറ്റ് കഴിച്ചുകൊണ്ട് എന്താ പറയുന്നത്? ഹായ്, എന്തു രുചി. അപ്പൊ ഇവിടെ വാഴക്കുല കഴിക്കുന്നത് ആരാ? കുഞ്ഞനാന വാഴക്കുല കഴിച്ചിട്ട് എന്താ പറയണത്? പഴത്തിനും നല്ല സ്വാദുണ്ട്. അപ്പൊ എന്തായിരിക്കും എലി പറയുന്നുണ്ടാവുക? എലി എന്താ പറയാ? ഇനി കാട്ടിലെ ആർക്കും തന്നെ വിശപ്പ് സഹിച്ചു കഴിയേണ്ടി വരില്ല, വയറു നിറയെ ഇനി ആഹാരം കഴിക്കാം. അപ്പൊ ഇവിടെ നോക്കൂ, പക്ഷി എന്താ പറയുന്നത്? അതെ അതെ, ഇനി മനുഷ്യരുടെ പരാതിയും പരിഭവവും കേൾക്കണ്ട, പേടിക്കാതെ നാട്ടിൽ കറങ്ങാം. അപ്പൊ ഇവിടെ നോക്കൂ, തത്തമ്മ എന്താ പറയണത്? തത്തമ്മ ഇത് കേട്ട് എന്ത് പറഞ്ഞു? നമ്മൾ ഒരുമിച്ച് അധ്വാനിച്ചപ്പോൾ നല്ല വിളവ് കിട്ടി, അങ്ങനെ നമ്മളും കൃഷി ചെയ്യാൻ പഠിച്ചു. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് കരടിച്ചാൽ എന്താ പറയുന്നത്? കരടി എന്താ പറയുന്നത്? ഒത്തുപിടിച്ചാൽ മലയും പോരും. ഇതൊരു പഴഞ്ചൊല്ലാണ്. ഒത്തുപിടിച്ചാൽ മലയും പോരും എന്നുള്ളത് ഒരു പഴഞ്ചൊല്ലാണ്. എന്താ ഇതിന്റെ അർത്ഥം? എന്താ വെച്ചാൽ ഗ്രൂപ്പ് വർക്ക് ചെയ്തു കഴിഞ്ഞാൽ, എല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്ന് ചെയ്തു കഴിഞ്ഞാൽ മല വരെ പൊക്കാൻ പറ്റും. അതായത് എത്ര വലിയ കഠിനമുള്ള ജോലിയാണെങ്കിലും ചെയ്തു തീർക്കാൻ കഴിയും എന്നാണ് ഇതിന്റെ അർത്ഥം. കൂടുതൽ ചൊല്ലുകൾ കണ്ടെത്തി എഴുതാം. അപ്പൊ ഇതുപോലെ നമുക്ക് എന്താണ്? ഹാർഡ് വർക്ക്, അതായത് ഒത്തൊരുമിച്ച് ചെയ്തു കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്തു തീർക്കാൻ പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇത്തരം ചൊല്ലുകൾ കണ്ടെത്തി, ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പഴഞ്ചൊല്ലുകൾ കണ്ടെത്തി എഴുതുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് എന്തൊക്കെ എഴുതാം? ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേലും കിടക്കാം, ഒരുമ തന്നെ പെരുമ, കൂടി നിന്നാൽ കോടി ഗുണം. നെക്സ്റ്റ് പേജ്. പാടാം രസിക്കാം,
ഒരു ചെറിയൊരു പാട്ടാണ്, നാടൻ പാട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവരും വിളവെടുപ്പ് ഉത്സവമായി കഴിഞ്ഞു, എല്ലാവർക്കും നിറയെ ആഹാരമൊക്കെ കിട്ടി, സന്തോഷമായി ഒരു പാട്ട് പാടി എന്ത് ചെയ്യണം, ഡാൻസ് കളിക്കുകയാണ് അല്ലേ. അപ്പൊ എന്താണ്, നമുക്ക് ആദ്യം ഇത് വായിച്ചു നോക്കാം. താരിളം തെയ്യാരോ തകതക താരിളം തെയ്യാര, താരിളം തെയ്യാ തെയ്യത്താര, താരിളം തെയ്യാര. ആനമലയില് കൂനമലയില് കാടൊതുക്കി തെയ്യാര, കിള കിളച്ചതും നനച്ചതും വിതച്ചതും തെയ്യാര. ആൻഡ് അഗെയിൻ ഇതേ ലൈൻസ് തന്നെയാണ് കേട്ടോ. താരിളം തെയ്യാര ഇതേ 4 വരി വായിക്കുക. ആനമലയില് കൂനമലയില് വിതച്ചതും തെയ്യാര, മുള പൊടിച്ചതും വളമെറിഞ്ഞതും തേവി നനച്ചതും തെയ്യാര. വീണ്ടും താരിളം തെയ്യാര തകതക ഇതേ 4 വരി തന്നെയാണ്. ആനമലയില് കൂനമലയില് തേവി നനച്ചതും തെയ്യാര, കള പറിച്ചതും കതിരണിഞ്ഞതും കാവലിരുന്നതും തെയ്യാര. അവസാനത്തെ വീണ്ടും അവസാനം 4 വരി തന്നെ. താരിളം തെയ്യാര തകതക താരിളം തെയ്യാര, താരിളം തെയ്യാ തെയ്യത്താര, താരിളം തെയ്യാര. പിന്നെ അടുത്തത് നമ്മുടെ പാഠത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം, നന്നായി ഉണ്ണാൻ ചിത്രകഥ. ഇതൊരു ചിത്രകഥയാണ് അല്ലേ. നമ്മൾ സംഭാഷണങ്ങളും ചിത്രത്തിന്റെ രൂപത്തിലുള്ള ചിത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കഥയാണ്. അപ്പൊ ചിത്രകഥയെ നമുക്കൊരു കഥയാക്കിയിട്ട് മാറ്റി എഴുതാനാണ് പറയുന്നത്. അപ്പൊ നമുക്ക് കഥയ്ക്ക് പേര് നന്നായി ഉണ്ണാൻ തന്നെ കൊടുക്കാം. മഞ്ചാടിക്കാട്ടിലെ എല്ലാവരും വലിയ ചർച്ചയിലാണ്. ആഹാരമാണ് ചർച്ചയിലെ വിഷയം. ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മല്ലനാനയാണ്. മല്ലനാണ് കാട്ടിലെ ഏറ്റവും പ്രായമുള്ള ആന. ചർച്ചയിൽ പങ്കെടുക്കാൻ കാട്ടിലെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. മല്ലൻ ചർച്ച തുടർന്നു. കൂട്ടുകാരെ, ഇത് ചിഹ്നാണ്, കൂട്ടുകാരെ എന്നാണ് കേട്ടോ. കൂട്ടുകാരെ, കാട്ടിൽ ആവശ്യത്തിന് ആഹാരം കിട്ടാനില്ല. കുട്ടികൾ വിശന്ന് കരയുന്നു. ഇത് കേട്ട വീരു ആന ചോദിച്ചു. അതെ, ഇങ്ങനെയായാൽ നമ്മൾ എങ്ങനെ ജീവിക്കും? എല്ലാവരും പരസ്പരം നോക്കി. കൂട്ടത്തിലെ ഒരു പിടിയാന തുടർന്നു. മനുഷ്യർക്ക് എപ്പോഴും പരാതിയാണ്. അത് കേട്ട് മടുത്തു. വാഴ തിന്നു, കരിമ്പ് നശിപ്പിച്ചു, ചക്ക പറിച്ചു, ഇനിയും എന്തെല്ലാം കേൾക്കണം. നാട്ടിലിറങ്ങുമ്പോഴേ പേടിയാ. അപ്പൊ അടുത്ത ആനക്കുട്ടി തുടരുകയാണ്. അടുത്ത ആന പറയാണ്, നാട്ടിലിറങ്ങുമ്പോഴേ പേടിയാ. പടക്കമെറിയും, വെടിവെക്കും. കുഞ്ഞനാന മനസ്സിലെ പേടി മറച്ചു വെച്ചില്ല. ഇതെല്ലാം കേട്ടു നിന്ന ചിണ്ടനെലി പറഞ്ഞു, ഞങ്ങളെ കുറിച്ചുള്ള പരാതി ഞങ്ങൾ കിഴങ്ങ് കട്ട് തിന്നുവെന്നാണ്. ചിണ്ട, നിങ്ങളെ കുറിച്ച് മാത്രമല്ല, കതിര് കൊത്തുന്നു, പഴം മോഷ്ടിക്കുന്നു തുടങ്ങി ധാരാളം പരാതികൾ മനുഷ്യർക്ക് ഞങ്ങളെ കുറിച്ചുമുണ്ട്. മിന്നുകിളി പറഞ്ഞു. ഇതെല്ലാം കേട്ടോണ്ടിരുന്ന പിടിയാനയ്ക്ക് സങ്കടത്തോടെ എഴുതിയാൽ മതി. പിടിയാന സങ്കടത്തോടെ എല്ലാരോടുമായി ചോദിച്ചു, നമുക്കും വിശപ്പില്ലേ? അതെന്താരും മനസ്സിലാക്കാത്തത്? പാവം നാണി ഇത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നിരുന്നു. കേശവനാന സ്വന്തം അഭിപ്രായം എന്നോളം പറഞ്ഞു, മനുഷ്യരെ എങ്ങനെ കുറ്റം പറയും? അവർ അധ്വാനിച്ച് ഉണ്ടാക്കുന്നതല്ലേ. എല്ലാവരും അത് ശരിവെച്ചു. എല്ലാവരുടെയും പ്രശ്നങ്ങളും അഭിപ്രായങ്ങളും കേട്ടതിന് ശേഷം മല്ലനാന പറഞ്ഞു, അതും ഇതും പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് നല്ല തടിമിടിക്കില്ലേ? നമുക്ക് വേണ്ടത് നമുക്ക് തന്നെ കൃഷി ചെയ്യാം. ഇത് കേട്ട എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, നല്ല ഐഡിയ, നമുക്ക് കൃഷി ചെയ്യാം. അങ്ങനെ അവർ ഒത്തൊരുമിച്ച് കൃഷി ചെയ്യാൻ തീരുമാനിച്ചു. മിന്നുക്കിളിയാണ് പുഴയോരത്തെ കൃഷിക്ക് പറ്റിയ സ്ഥലം കണ്ടുപിടിച്ചത്. എല്ലാവരും ചേർന്ന് പാഴ്ചെടികൾ വലിച്ചു കളഞ്ഞ് നിലമൊരുക്കി. എല്ലാവർക്കും ആവശ്യമുള്ളതും അവർ കൃഷി ചെയ്തു. നിത്യവും അവർ കൃഷി പരിപാലിച്ചു. അങ്ങനെ വിളവെടുപ്പായി. മല്ലനാനയുടെ നേതൃത്വത്തിൽ വിളവെടുപ്പുത്സവം നടന്നു. എല്ലാവർക്കും സന്തോഷമായി. ഇനി എന്നും ഇതുപോലെ കൃഷി ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ആഹാരം നമുക്ക് തന്നെ കണ്ടെത്താം എന്ന് എല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. ഓക്കെ, എങ്ങനെയുണ്ട് കഥ? നന്നായിട്ടുണ്ട് അല്ലേ? നമ്മളപ്പോൾ ചിത്രകഥയെ കഥയാക്കി മാറ്റിയിരിക്കുകയാണ്. അടുത്തത് കഥ നാടകമാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കാം. നല്ലൊരു ചോദ്യമാണ് അല്ലേ? എന്ത് ചെയ്യണം? ക്ലാസ്സിൽ നമ്മുടെ ഈ കഥ നന്നായി ഉണ്ണാന്നുള്ള കഥ എന്ത് ചെയ്യാം? നാടകമായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതായത് ഒരാളുണ്ടാവും, കുറെ ആനകൾ ഉണ്ടാവും, അതുപോലെ ഒരു മല്ലനാന ഉണ്ടാവും, അതേപോലെ കിളികൾ ഉണ്ടാവും, കുരങ്ങച്ചാരുണ്ടാവും, അങ്ങനെ കുറെ മൃഗങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ചർച്ച നടത്തുന്ന പോലെ. അതേപോലെ സംഭാഷണങ്ങളുണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? നാടകമായിട്ട് അവതരിപ്പിക്കുക. അതിന് എന്ത് വേണം? മുഖമൂടി നിർമ്മിക്കണം. ഓക്കെ, മുഖമൂടി നിർമ്മിക്കുക. ഇതേപോലെ ഓരോ മൃഗങ്ങളുടെ എന്ത് ചെയ്യുക?
മുഖമൂടിയൊക്കെ നിർമ്മിച്ച് ക്ലാസ്സിൽ നാടകമായിട്ട് എന്ത് ചെയ്യുക, നന്നായി ഉണ്ണാന്നുള്ള നമ്മുടെ കഥ, നമ്മുടെ പാഠം അവതരിപ്പിക്കുക. ലാസ്റ്റ് പേജ് കടങ്കഥകളുടെ ഉത്തരം കണ്ടെത്താം. 2 കടങ്കഥ തന്നിട്ടുണ്ട്. നമുക്ക് കടങ്കഥയുടെ ഉത്തരം എന്താ? ഫസ്റ്റ് കടങ്കഥ, പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറം. എന്താ? പിടിച്ചാൽ ഒരു പിടി അരിഞ്ഞാൽ ഒരു മുറം. എന്താ ഉത്തരം? എന്താ? ചീര. അടുത്തത്, അകത്തറുത്താൽ പുറത്തറിയും. എന്ന് വെച്ചാൽ അകത്ത് മുറിച്ചു കഴിഞ്ഞാൽ പുറത്തെല്ലാവരും അറിയും. ആരെയാണ്? ചക്ക. കാരണം ചക്കയുടെ മണം അല്ലേ, അത്ര മണമാണ് ചക്കയ്ക്ക്. അടുത്തത്, ചേർത്തു പറയാം എഴുതാം. ഇവിടെ എന്താണ്? ഈ 2 വാക്കുകൾ ചേർത്ത് എന്താണ് പറയുക? നിലം ഒരുക്കി. എന്താ നിലം ഒരുക്കി? നിലം പ്ലസ് ഒരുക്കി, നിലം ഒരുക്കി. വിളവ് പ്ലസ് എടുത്തു, എന്താണ്? വിളവെടുത്തു. അടുത്തത്, കതിര് അണിഞ്ഞു, കതിരണിഞ്ഞു. ഓക്കെ, ലാസ്റ്റ് ഇതൊരു പ്രവർത്തനം നിങ്ങൾക്ക് ചെയ്തു നോക്കേണ്ട പ്രവർത്തനമാണ്. കളിമണ്ണോ മൈദയോ ഉപയോഗിച്ച് പഴങ്ങളുടെയും പച്ചക്കറികളുടെയും രൂപങ്ങൾ നിർമ്മിക്കാം. അപ്പൊ കളിമണ്ണോ മൈദയൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? പഴങ്ങളുടെയും പച്ചക്കറികളുടെയും രൂപങ്ങളൊക്കെ നിർമ്മിച്ച് അതിന് കളറൊക്കെ കൊടുക്കുക. കാരണം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞാൽ അത് ഏത് പച്ചക്കറിയാണെന്ന് പെട്ടെന്ന് അറിയില്ല അല്ലെ. അപ്പൊ അത് നിറമൊക്കെ കൊടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി അത് ഏത് പച്ചക്കറിയാണെന്ന് വ്യക്തമാവുക. അപ്പൊ എന്ത് ചെയ്യുക? കളിമണ്ണോ മൈദയൊക്കെ ഉപയോഗിച്ചിട്ട് പഴങ്ങളും പച്ചക്കറികളുടെ രൂപങ്ങളൊക്കെ നിർമ്മിക്കുക. ക്ലാസ്സിൽ എന്ത് ചെയ്യുക? അവതരിപ്പിക്കുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ 2ാമത്തെ യൂണിറ്റ്. 2ാമത്തെ യൂണിറ്റിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ ക്ലാസ് നമ്മൾ കംപ്ലീറ്റും ചെയ്തിരിക്കുകയാണ്. അപ്പൊ എല്ലാ കൂട്ടരും ക്ലാസ് ഇഷ്ടമായില്ലേ? നമ്മൾ 2ാമത്തെ യൂണിറ്റിന്റെ പ്രവർത്തന പുസ്തകത്തിന്റെ ക്ലാസ്സും വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ യൂണിറ്റ് ടെസ്റ്റിന്റെ ക്ലാസ്സും തീർച്ചയായിട്ടും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.